Amen.
സഹോദരനെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ജെറമിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്,
ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും നീ സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എന്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയുവാനും ഇടിച്ചു തകർക്കുവാനും നശിപ്പിക്കുവാനും തകിടമറിക്കുവാനും പണിതുയർത്തുവാനും നട്ടുപടർത്തുവാനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏകമനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളനത്തോടും ആഹ്ലാദത്തോടും കൂടി ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. Hallelujah.
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. പിന്നെ അവിടുന്ന് തോമായോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ കൊണ്ടുവന്ന് എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോ ദൈവത്തോട് അരുളി ചെയ്തു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത മറ്റനേകം അടയാളങ്ങളും ഈശോ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് ഈശോ ദൈവപുത്രനായ മിശിഹായാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിക്കുക വഴി നിങ്ങൾക്ക് അവിടുത്തെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിനുമത്രേ. ഈശോയിലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ BST നിർണയത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ നടക്കുകയാണ്. വെസ്റ്റീഷനും നിത്യവ്രത വാഗ്ദാനവും. ഇവ രണ്ടും ഈ പരിശുദ്ധാനയുടെ നടുവിൽ നമ്മൾ പരികർമ്മം ചെയ്യുമ്പോൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള കർത്തവ്യങ്ങളിലേക്കാണ് അവ വിരൽ ചൂണ്ടുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ സമർപ്പിതയും ഉത്ഥാനത്തിൻ്റെ അടയാളമാണ്. സമർപ്പിതർക്ക് ഈശോ ഉത്ഥാനം ചെയ്തു എന്നല്ലാതെ മറ്റൊന്നും പ്രഘോഷിക്കാനില്ല. കർത്താവിൻ്റെ റെസറക്ഷൻ നമ്മൾ പ്രഘോഷിക്കുകയും അതിൻ്റെ അടയാളമായിട്ടുള്ള സ്വർഗത്തെ ചൂണ്ടിക്കാണിക്കുന്ന വസ്ത്രം നമ്മൾ ധരിക്കുകയും അതിനുവേണ്ട വ്രതങ്ങളാൽ നമ്മൾ ആവരണം ചെയ്യുകയും ചെയ്യുന്ന സമയമാണ്. തിരുവുത്ഥാനം നമുക്കറിയപ്പെട്ടതുപോലെ അറ്റ് റെസറക്ഷൻ ഡെത്ത് ബിക്കംസ് ലൈഫ്. മരണം എന്ന കാര്യം ഉത്ഥാനത്തിൽ ജീവനായിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഹിസ്റ്ററി ബിക്കംസ് എസ്കത്തോളജി. ചരിത്രം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ അവസാനത്തെ എസ്കത്തായ ലോകാന്ത്യത്തെ, യുഗത്തിൻ്റെ അവസാനത്തെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമായിട്ടും പരിവർത്തനം ചെയ്യപ്പെട്ടു. ഇവിടെ നമ്മൾ ഈ സമൂഹത്തിൻ്റെ അടയാളമായ ഔദ്യോഗികമായ വസ്ത്രം സ്വീകരിക്കുകയും നിത്യവ്രതം എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തെ അടിസ്ഥാനപരമായിട്ട് മാറ്റി മറിക്കേണ്ട കാര്യങ്ങളാണവയെന്ന് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. മോശ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ഇസ്രായേൽ ജനത്തിൻ്റെ മോചനത്തിനായിട്ട് മാറി പ്രവർത്തിക്കുന്ന അവസരത്തിൽ ദൈവത്താൽ പൂർണ്ണമായിട്ട് മാറ്റപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മലമുകളിൽ ബേണിംഗ് ബുഷ്, കത്തി ജ്വലിച്ച മുൾപ്പടർപ്പ് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, റിമൂവ് യുവർ സാൻഡൽസ്, നിന്റെ ചെരുപ്പുകൾ
അഴിച്ച് മാറ്റുക. അതിനുള്ള കാരണവും ദൈവം പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. മോശ കത്തുന്ന മുൾപ്പടർപ്പിൽ നിൽക്കുന്ന ഒരു ഐക്യൻ യഹൂദ പാരമ്പര്യത്തിലും സഭയുടെ പള്ളികളുടെ അൾത്താരകളിലുമൊക്കെ നമ്മൾ ചുരുക്കം ചിലതെങ്കിലും കണ്ടിട്ട് കാണും. മോശ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുകയാണ്. ഒരു ചെരുപ്പ് മോശ നിൽക്കുന്നതിൻ്റെ സമീപത്ത് തലകീഴായിട്ട് കിടപ്പുണ്ട്. മറ്റേ ചെരുപ്പ് അടിച്ചു മാറ്റാൻ വേണ്ടി മോശ കാല് ഒരു കല്ലിലേക്ക് കയറ്റി വെച്ച് കത്തുന്ന മുൾപ്പടർപ്പിൽ നോക്കി എന്നുകൊണ്ട് ഇത് അഴിച്ച് കളയുകയാണ്. അതായിരുന്നു മോശ എടുത്ത വ്രതം. കത്തുന്ന മുൾപ്പടർപ്പിനെ നോക്കി സാൻഡൽസ് എല്ലാം, നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന കാര്യങ്ങളെല്ലാം മാറ്റിക്കളയുന്നതാണ് സന്യാസം. ചെരുപ്പില്ലാതെ മരുഭൂമിയിലൂടെ മുൾപ്പടർപ്പിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മളൊരു വൾനറബിലിറ്റി, എപ്പോൾ വേണമെങ്കിലും നമുക്ക് മുറിവേക്കാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നമ്മെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. സമർപ്പിത ജീവിതവും പൗരോഹിത്യ ജീവിതവും ഒക്കെ അതാണല്ലോ. വൾനറബിലിറ്റിയുടെ ഒരംശം എപ്പോഴുമുണ്ട്. ആർക്ക് വേണമെങ്കിലും കയറി ഉപദ്രവിക്കാം. എപ്പോൾ വേണമെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. പക്ഷേ ദൈവം മോശയെ കാത്തതുപോലെ നമ്മയും കാക്കും എന്നുള്ള ആ ഒരു വലിയ അടിസ്ഥാനപരമായ വിശ്വാസത്തിന്മേലാണ് നമ്മൾ ഈ വ്രതങ്ങൾ എടുക്കാനായിട്ട് ഒരുങ്ങി മുൻപോട്ട് വരുന്നത്. തോമായോട് ഇന്നത്തെ സുവിശേഷത്തിൽ DSP തോമാസ് ശ്ലീഹായോട് ഏറ്റവും ബന്ധം പുലർത്തുന്ന ഒരു സമർപ്പിത സമൂഹമാണല്ലോ. തോമായുടെ മക്കളാണ്. തോമായോട് ഉദ്ധിതൻ പറഞ്ഞു, "Put your finger here." നിന്റെ ചെരുപ്പ് അടിച്ചു മാറ്റുക എന്ന് ദൈവം മുൾപ്പടർപ്പിൽ മോശയോട് പറഞ്ഞതുപോലെ ഉദ്ധിതൻ തോമായോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. കനാലിൽ വെച്ചും ഈശോ അതുപോലെ സംസാരിച്ചു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുക. രണ്ട് വ്യത്യസ്ത ജോലികളിലേക്ക് രണ്ട് സമൂഹത്തിൽപ്പെട്ടവരെ കർത്താവ് ക്ഷണിക്കുകയാണ്. നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. നീ നല്ല തയ്യാറെടുപ്പ് നടത്തി വൂണ്ടഡായിട്ട് നിൽക്കുന്ന, വൾനറബിലിറ്റിയോടുകൂടി നിൽക്കുന്ന എൻ്റെ പാർശ്വങ്ങളും കരങ്ങളും നീ കാണണം. ഒരു പുസ്തകം ഇവിടെ പറയുന്നത് അവിശ്വാസി ആകാതെ അപിസ്തോസ്, വിശ്വാസമില്ലാത്തവരെ പോലെ ആ അവസ്ഥയിൽ നിന്ന് മാറി പിസ്തോസ്, വിശ്വാസമുള്ളവരെ പോലെ ജീവിക്കണം. അതിനുവേണ്ടി കർത്താവ് ക്ഷണിച്ചു. നിന്റെ വിരൽ, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. തോമ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, നിങ്ങളുടെ കൈനീട്ടി ഈശോയെ തൊടാൻ വേണ്ടി വളരെയേറെ ഉള്ളിൽ ഒരുക്കത്തോടുകൂടി നടത്തുന്ന പരിശ്രമത്തിൻ്റെ ഫലമാണല്ലോ എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ, മാറും വരാഹ്. അവിടെ തോമ ഈശോയെ ലോർഡ്, കർത്താവ് എന്ന് മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് കയറി ഈ കർത്താവ് ദൈവം ആണ് എന്നുകൂടെ പ്രഖ്യാപിക്കുകയാണ്. മാർ വരാഹ്, മൈ ലോർഡ് ഈസ് മൈ ഗോഡ്. എൻ്റെ ഗുരുവും നാഥനും
എൻ്റെ ദൈവമാണ്. ദൈവശാസ്ത്രത്തിൽ വളരെ തിയോളജിക്കൽ വൈബ്രൻസിയുള്ള ഒരു ചെറിയ തിരുവചനമാണ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തോമായുടെ ഈ വിശ്വാസ പ്രഖ്യാപനം കേട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ നീ ചെയ്തതിനേക്കാൾ കൂടുതൽ ബ്ലെസ്സഡ് ആയിട്ടുള്ള അനുഗ്രഹീതമായ വേറൊരു തലം ഉണ്ട്, അത് കാണാതെ വിശ്വസിക്കുക എന്നതാണ്. ഇപ്പോൾ നീ കണ്ടു, നീ വിശ്വസിച്ചു, നീ വലിയ പ്രഘോഷണം നടത്തി, അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. പക്ഷേ there is a more blessed way of proclaiming me. അത് എന്നെ കാണാതെ നീ വിശ്വസിക്കുകയും നീ എന്നെക്കുറിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് യോഹന്നാൻ എഴുതിയത്, ഈശോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇവിടെ ഏതാനും അടയാളങ്ങൾ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം അടയാളങ്ങളുടെ, അത്ഭുതങ്ങളുടെ സുവിശേഷമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ആ ഒരു കമന്റ്, ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ ഓരോ അപ്പരീഷൻസും അല്ലെങ്കിൽ ഉത്ഥാന അനന്തര ഈശോയുടെ പ്രത്യക്ഷീകരണങ്ങൾ എടുത്ത് വ്യാഖ്യാനിച്ച് അത് ഈശോയാണോ, ഭൂതമാണോ, തോട്ടക്കാരനാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണോ എന്നുള്ള തലങ്ങളിലെല്ലാം തർക്കവിഷയങ്ങൾ ആക്കാൻ വേണ്ടിയല്ല. ഇവ എഴുതപ്പെട്ടത് നിങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് ഈശോ പറഞ്ഞത്, മോർ ബ്ലെസ്സഡ് വേ ഓഫ് തിങ്കിങ്, ലിവിങ്, ഗിവിങ് വൺസ് സെൽഫ്. അതെല്ലാം ഈ തരത്തിലുള്ളതാണ്. ഈ കാര്യങ്ങളെ തർക്കവിഷയമാക്കാണ്ട് പാഠ്യവിഷയങ്ങൾ മാത്രം ആക്കാതെ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ്. ആ വിശ്വാസത്തിൻ്റെ വലിയ ജ്വാലയാണല്ലോ തോമാശ്ലീഹ നമുക്ക് ഇന്ത്യയിൽ ബറൂച്ചിലും ഇവിടെ നമ്മുടെ സ്വന്തം ദേശത്തുമെല്ലാം കൊണ്ടുവന്ന് തന്നത്. അതിൻ്റെ മിഷണറിമാരായിട്ട് ആ ഒരു വലിയ വിശ്വാസ സത്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പ്രത്യേകമായ വിധത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സമർപ്പിത സമൂഹമാണ് DST. അവിടെ ഇന്ന് നമ്മൾ കേട്ട ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് സർവപ്രധാനമായ കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. പ്രസിദ്ധനായ ദൈവശാസ്ത്രജ്ഞനാണ് ചാൾസ് ഫിഗ്ബി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം നമ്മളുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യമായ പുണ്യമായ ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി നമുക്കെല്ലാവർക്കും കുട്ടിക്കാലം മുതൽ പഠിച്ചിട്ടുള്ളതാണ്. വിശ്വാസം, ശരണം, സ്നേഹം, ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. ഈ 3 പുണ്യങ്ങൾ അല്ലെങ്കിൽ പുണ്യത്രയം, അതിനെ ഒരു വീട്ടിലെ 3 സിസ്റ്റേഴ്സിനോടാണ് ആ ദൈവശാസ്ത്രജ്ഞൻ ഉപമിച്ചിരിക്കുന്നത്. 3 പ്രായത്തിലുള്ള 3 പെൺകുട്ടികൾ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അതിൽ ഹോപ്പ്, പ്രത്യാശ, അതാണ് അതിനകത്തെ കൊച്ചുകുട്ടി അല്ലെങ്കിൽ നടുക്കുള്ളത്. ആ കൊച്ചുകുട്ടിയെ നടുക്ക് നിർത്തിയിട്ട് മറ്റ് 2ഉം ഫെയ്ത്തും ചാരിറ്റിയും ഈ നടുക്ക് നിർത്തിയിരിക്കുന്ന ഹോപ്പ് എന്ന യാഥാർത്ഥ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന കുട്ടിയെ പിടിച്ചുകൊണ്ട് വഴിയിലൂടെ പോവുകയാണ്. അതാണ് ക്രൈസ്തവ ജീവിതം. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. അതിൽ നടുക്ക് ഏറ്റവും കൊച്ചു നിൽക്കുന്നു. അതാണ് പ്രത്യാശ, ഹോപ്പ്. കാണുന്നവർ വിചാരിക്കും ആ കൊച്ചു വീഴാതിരിക്കാൻ വേണ്ടി അതിനേക്കാൾ പ്രായമുള്ള മുതിർന്ന 2 ചേച്ചിമാര് അതിൻ്റെ ഓരോ കയ്യിലും പിടിച്ച് നടക്കുകയാണ് എന്ന്. അതാണ് പ്രത്യക്ഷത്തിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഈ ഗ്രന്ഥകാരൻ പറയുന്നത് നേരെ തിരിച്ചാണ്. ഈ മുതിർന്ന 2 സഹോദരിമാര് ഫെയ്ത്തും ചാരിറ്റിയും
ഈ ഹോപ്പിനെ സ്പർശിച്ച്, പ്രത്യാശയെ സ്പർശിച്ച് നടക്കുന്നതുകൊണ്ടാണ് അവർ വീഴാതിരിക്കുന്നത് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യാശയാണ്. സ്വർഗത്തിലേക്കുള്ള ചുണ്ട് പലകകളാണ് സമർപ്പിച്ചത് എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അതുപോലെ ഈ ക്രൈസ്തവ പുണ്യ ത്രയത്തെക്കുറിച്ച് പറയുന്നത്. ഈ കൊച്ചല്ല വീഴാതിരിക്കുന്നത്, ഈ കൊച്ച് മറ്റുള്ളവരെ വീഴിക്കാതിരിക്കുകയാണ്. പ്രത്യാശയില്ലാതെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പിന്നെ എന്താണുള്ളത്? ഒന്നുമില്ല. നമ്മൾ എവിടെ വേണമെങ്കിലും വീട് പോകും. നമുക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല, നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പുണ്യത്രയം എന്ന് പറയുന്നത്. അതിൽ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് പ്രത്യാശയാണ്. പ്രത്യാശയില്ലാത്ത വീട്ടിലാരും ഒരു നിൽക്കുന്നില്ല, സമൂഹത്തിലെല്ലാവരും കഴിയുകയാണ്. ഭർത്താവിന് കഴിയുമ്പോൾ സ്നേഹമില്ല, മക്കളാരും വീട്ടിൽ വരുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പ്രത്യാശ ഇല്ലാതെ പോകുമ്പോൾ ഏത് ദുഃഖത്തിലും ആ ജീവിതം പോലും നഷ്ടപ്പെടും. അതാണ് ഈ തിയോളജിയിൽ ഈ ഹോപ്പ് എന്ന പുണ്യത്തെ ജീവിതത്തിന്റെ നടുവിൽ നിർത്തണം എന്ന് പറയുന്നു. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, സമർപ്പിത ജീവിതത്തില് അനുസരണം